പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. സാൻ ഫ്രാൻസിസ്കോ പട്ടണത്തിലെ സിറ്റിക്കുള്ളിൽ ഇതുപോലെ ഒരു തെരുവുണ്ട്. ഇതിന്റെ പേര് ക്രുക്കഡ് സ്ട്രീറ്റ് എന്നാണ്. കണ്ടോ, വളരെ മനോഹരമായി പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു. ധാരാളം പൂക്കൾ, പൂക്കുന്ന ചെടികൾ നട്ടിരിക്കുന്നു. കാറുകൾക്ക് അവിടെ നിന്നും താഴെ ഇറങ്ങി വരാനാകും. ഇത് കാണാനായി അനേകം ജനങ്ങൾ വരുന്നുണ്ട്. മറ്റെവിടെയും ഇതുപോലെയൊന്ന് കാണാനാവില്ല, അല്ലേ? ശരി, ഈ ദിവസത്തിനായി ദൈവം നിങ്ങൾക്ക് കരുതിയിരിക്കുന്ന വാക്യം എന്താണെന്നാൽ, ഇയ്യോബിന്റെ ചരിത്രം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഒരു ഭക്തൻ പറയുന്നു, അവൻ ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. അതായത് ദുഃഖിക്കുന്നവരെ രക്ഷിച്ച് ദുഃഖത്തിൽ നിന്നും വിടുവിച്ച് അവരെ ഉയർത്തുന്നു. ഇന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് എന്തോ ഒരു സങ്കടമുണ്ട്, ഉള്ളിൽ ഒരു ദുഃഖമുണ്ട്. അത് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ദുഃഖമായിരിക്കാം, കുടുംബത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ ദുഃഖമായിരിക്കാം, നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചുള്ള ദുഃഖമായിരിക്കാം. നിങ്ങളുടെ മനസ്സിനെ ഏതോ ഒരു ദുഃഖം അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. ആ ദുഃഖം പോകുന്നില്ല, തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? ആ ദുഃഖത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നവനാണ് ദൈവം. എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ നിന്നും വിടുവിക്കുന്നവൻ, ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ മാത്രമല്ല, നിങ്ങളെ ഉയർത്തുന്നവനുമാണ് എന്ന് എഴുതിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഇയ്യോബ് എന്ന ഭക്തൻ വളരെ ദുഃഖത്തോടെ കരഞ്ഞു. അയാൾക്ക് ദുഃഖത്തിന്റെ മേൽ ദുഃഖം, മരണത്താലുണ്ടായ ദുഃഖം, വ്യാധി കൊണ്ടുണ്ടായ ദുഃഖം, നിന്ദ കൊണ്ടുണ്ടായ ദുഃഖം, പരിഹാസം കൊണ്ട് ഉണ്ടായ ദുഃഖം. അങ്ങനെ അയാളുടെ ജീവിതത്തിൽ അനേകം ദുഃഖത്തിന്റെ മേൽ ദുഃഖം. ദൈവം ഒരു ദിവസം അയാളെ ദുഃഖത്തിൽ നിന്നും രക്ഷിച്ച് ഉയർത്തി 2 മടങ്ങ് അനുഗ്രഹങ്ങൾ കൊടുത്തു. നിങ്ങൾക്കും അങ്ങനെ ചെയ്യും. ഈ ദുഃഖത്തിൽ നിന്നും നിങ്ങൾ വിടുവിക്കപ്പെടും, ഈ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. എന്തുകൊണ്ടാണെന്നോ, യേശു കുരിശിൽ നമ്മുടെ ദുഃഖങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ കഷ്ടപ്പാടുകൾ ചുമന്നു എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങളുടെ ദുഃഖത്തെ യേശു കുരിശിൽ ചുമന്ന് തീർത്തു. തീർച്ചയായും നിങ്ങളെ ദുഃഖത്തിൽ നിന്നും വിടുവിച്ച് നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കുന്നത് നിങ്ങൾ കാണും. ഇപ്പോൾ എന്റെ കൂടെ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ദുഃഖം മാറി അനുഗ്രഹിക്കുന്നത് നിങ്ങൾ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് ദുഃഖത്തിൽ നിന്നും രക്ഷിച്ച് ഉയർത്തുന്ന ദൈവമെന്ന് ഇവരുടെ ജീവിതത്തിൽ കാണുമാറാകട്ടെ. ഇന്നൊരത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.